ഏവർക്കും സ്വാഗതം. വണക്കം. വളരെ അറച്ചും വിറച്ചും ഭയന്നുമാണ്, വളരെ ശങ്കയോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിൻ്റെ പ്രതിപാദ്യ വിഷയം അത്രമാത്രം ഗൗരവമേറിയതും സ്ഫോടനാത്മക സ്വഭാവമുള്ളതുമാണ് എന്നത് തന്നെ. പെഹൽഗാമിൽ ഈ മാസം 22-ാം തീയതി നടന്ന അതിദാരുണമായ ഭീകര ആക്രമണത്തിൽ പൊലിഞ്ഞുപോയ സഹോദരന്മാർ അവരോടുള്ള ആദരാഞ്ജലികൾ ഈ സമയത്ത് അർപ്പിക്കുന്നതിനോടൊപ്പം ഇത് സംബന്ധമായി എടുക്കുന്ന നിലപാടുകൾ അവ തികച്ചും അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം സമ്മതിച്ചുകൊണ്ട് തന്നെ അത് ഏത് അവസ്ഥയിലേക്കാണ് ഇരു രാജ്യങ്ങളെയും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയുള്ള എൻ്റെ ആകുലതയും ഭയവും ഏവരുമായി സവിനയം പങ്കിടുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഇത് അവതരിപ്പിക്കുന്നതിൽ ആവശ്യമായ പക്വതയും വസ്തുതാപരമായ വ്യക്തതയും എനിക്കുണ്ടാകട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കട്ടെ. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് പ്രാരംഭം മുതൽ ഇന്ന് വരെ കലുഷിതമാണ്. അതിൻ്റെ വിവിധ കാരണങ്ങളെപ്പറ്റി ഇപ്പോൾ പ്രതിപാദിച്ചിട്ട് പ്രയോജനമില്ല എന്നതുകൊണ്ട് ഞാൻ ആ ദിശയിലേക്ക് സഞ്ചരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യം, അവിടെ ജനായത്ത സംസ്കാരം ഉൾക്കൊള്ളുവാൻ, ജനായത്ത ദർശനത്തിനനുസരിച്ചുള്ളൊരു രാഷ്ട്രീയവും ഭരണപരവുമായ സംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ അതിർത്തിക്ക് അപ്പുറത്തുള്ള നമ്മുടെ സഹോദരന്മാർക്ക് നാളിതുവരെയും ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന വലിയ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് 25 കോടിയിൽ പരം വരുന്ന ഒരു വലിയ ജനസംഖ്യ, അത് തുച്ഛമായ ജനസംഖ്യയല്ല. 25 കോടി ആളുകൾ, 250 കോടി ആളുകൾ, റഷ്യയുടെ ആകെയുള്ള ജനസംഖ്യയേക്കാൾ ഇത് വളരെ കൂടുതലാണ് എന്ന് നാം തിരിച്ചറിയണം. പാകിസ്ഥാനിലുള്ള ആളുകൾ റഷ്യയിലുള്ള ആളുകളെക്കാൾ അക്കത്തിൽ കൂടുതലാണ്. അവർ ഉൾപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ പറ്റിയുള്ള ദുഃഖം അത് കാണാൻ അന്താരാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കണ്ണില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഭൂമിയുടെ പരപ്പിൽ വസിക്കുന്ന ജനക്കൂട്ടങ്ങളിൽ ആഫ്രിക്കയിലെ സുഡാൻ പോലെയുള്ള അല്ലെങ്കിൽ കോങ്കോ പോലെയുള്ള 1-2 സ്ഥലങ്ങൾ ഒഴിച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ദുരവസ്ഥയുടെ ഉടമകളാണ് പാകിസ്ഥാനിലെ ജനമെന്നത് വളരെ വ്യക്തിപരമായ വേദനയോടുകൂടെയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഈ തരുണത്തിൽ വിവരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് സൂചിപ്പിക്കട്ടെ. പാകിസ്ഥാൻ ഭരിക്കുന്നത് അവിടുത്തെ ആർമി ചീഫാണ്. സിവിലിയൻ ഗവൺമെൻറ്റിന് അവിടെ യാതൊരു അധികാരവുമില്ല. അവിടെ ആര് പ്രസിഡന്റ് ആകണമെന്നും ആര് പ്രൈം മിനിസ്റ്റർ ആകണമെന്നും, അവിടുത്തെ പാകിസ്ഥാനിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാകണമെന്നും, അവിടുത്തെ കോടതികളുടെ വിധിന്യായം എപ്രകാരമാണ് എഴുതപ്പെടേണ്ടതെന്നും, ആർക്ക് അവിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ അവകാശമുണ്ടാകണമെന്നും, ഏത് പാർട്ടി ജയിക്കണമെന്നും ഏത് പാർട്ടി തോക്കണമെന്നും, ഏത് നേതാവ് ജയിലിലാകണമെന്നും ഏത് നേതാവ് കസേരയിലിരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ തലവനായിരിക്കുന്ന അസീം മുനീർ എന്ന് പറയുന്ന ഒരു ജനറലാണ്. ഒരുപക്ഷെ
ചില ഭാരതവാസികളെങ്കിലും തിരിച്ചറിയാത്തൊരു യാഥാർത്ഥ്യം, നാം ജനറൽ അസീം മുനീറിനെ ഏത് വെറുപ്പോടുകൂടെ കാണുന്നുവോ അതിൻ്റെ 1000 മടങ്ങ് വെറുപ്പോടുകൂടെയാണ് പാകിസ്ഥാനിലെ ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളായ പാകിസ്ഥാനികൾ, ഓവർസീസ് പാകിസ്ഥാനീസ് എന്ന് പറയും. നിങ്ങൾ പാകിസ്ഥാൻ സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് അടുത്ത കാലഘട്ടങ്ങളിൽ മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വാസ്തവമാണ്, തിരിച്ചറിയാൻ ഒരു പ്രയാസമില്ല. മുനീറിനെ ഡിസ്മിസ് ചെയ്യണം, പാകിസ്ഥാനെ രക്ഷിക്കണമെന്ന മുദ്രാവാക്യം വിദേശത്ത് പാർക്കുന്ന പാകിസ്ഥാനിലെ പൗരന്മാർ ഉയർത്തിയിട്ടും കുറഞ്ഞ പക്ഷം 2 വർഷമെങ്കിലുമായി. ഇപ്പോൾ പുൽഗാമയിൽ നടന്ന ആക്രമണം ഏറ്റവും മർമ്മഭേദകമായ, ഭാരതത്തിലെ എല്ലാ പൗരന്മാരെയും മത, ലിംഗ, ഭാഷ വ്യത്യാസമെന്നെ വേദനിപ്പിക്കുകയും ധർമ്മരോഷത്തിൽ ആക്കുകയും ചെയ്യുന്ന സംഭവം. എൻ്റെ തിരിച്ചറിവിൽ ഞാനത് മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ആവിർഭാവം മറ്റെവിടെയുമല്ല, ഇത് ജനറൽ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രതിസന്ധിയാണ്. ഒന്നാമത് അദ്ദേഹം റിട്ടയർ ചെയ്ത് കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു ശകുനം മുടക്കിയാണ്. രണ്ടാമത് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ആ ഇടങ്ങളിലും പാകിസ്ഥാനിലെ മനുഷ്യരെ ചൂഷണം ചെയ്ത് മാത്രം അവരുടെ ചോര കുടിച്ച് വീർത്തിരിക്കുന്ന ഈ ഭരണകൂടത്തോട് കാര്യമായ എതിർപ്പും വെറുപ്പുമുണ്ട്. പാകിസ്ഥാൻ ആർമിയോട് കാര്യമായ എതിർപ്പുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ ആർമി ഒന്നിനു പുറകെ ഒന്നായി പല വിധത്തിലുള്ള തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ ആർമിക്ക് ഏറ്റവും വലിയ പേരുദോഷമുണ്ടാക്കുന്നതാണ്. കാരണം പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ അവരുടെ ആർമിയുടെ സന്ധിപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു പാകിസ്ഥാനിലെ എഴുത്തുകാരൻ കഴിഞ്ഞ വർഷം പറഞ്ഞത്, പാകിസ്ഥാനെ നമ്മൾ 2ആയിട്ട് തിരിച്ചാൽ, ഒന്ന് പട്ടിണി പാവങ്ങളും ബാക്കിയുള്ളവർ സൈനികരുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് പട്ടിണി പാവങ്ങൾ, ബാക്കിയുള്ളവർ സൈനികരാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെയും അതിൻ്റെ എല്ലാ സാധ്യതകളെയും 100% കൈക്കലാക്കി പാവപ്പെട്ടവരെ അവരുടെ അടിസ്ഥാന അവകാശങ്ങളിൽ നിന്ന് പോലും അന്യാധീനപ്പെടുത്തി ഇങ്ങനെ കുടിച്ചു വീർത്ത് മത്തരാ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പാകിസ്ഥാനിലെ സൈനിക നേതൃത്വം എന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് സത്യമാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന, വിദേശത്ത് പാർക്കുകയും ജോലി ചെയ്യുകയും വളരെയധികം ധനം പാകിസ്ഥാനിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്ന ഓവർസീസ് പാകിസ്ഥാനീസ്, ഇവരെല്ലാം വളരെ വളരെ കഠിനമായി വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ജനറൽ അസീം മുനീർ. എന്നാൽ അയാൾക്ക് കേരളത്തിലെ ഒരു ബിഷപ്പിനെ പോലെ, ധർമ്മരാജ റസാല എന്ന് പറഞ്ഞ ബിഷപ്പിന് മിലിറ്ററി യൂണിഫോം ഇട്ട് നിർത്തിയാൽ നിങ്ങൾക്കൊരു ജനറൽ അസീം മുനീറിനെ കിട്ടും. അധികാരമോഹിയാണ്, കസേര വിടാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് താൻ മിടുക്കനാണ് എന്ന് പാകിസ്ഥാനെ ജനങ്ങളെ കാണിക്കാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഏക മാർഗമാണ് ഈ പഹൽഗാം ഭീകരവാദ അക്രമം എന്നതിന് എൻ്റെ മനസ്സിൽ അല്പം പോലും സംശയമോ ശങ്കയോ അവശേഷിക്കുന്നില്ല. ഇത് നാം വ്യക്തമായി തിരിച്ചറിയണം. എന്തുകൊണ്ട് തിരിച്ചറിയണമെന്ന് ചോദിച്ചാൽ, നാം ഇപ്പോൾ ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ പറ്റി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ കൂലങ്കഷമായ ചിന്തകൾ 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമായിരുന്നു.
പല വിധത്തിലുള്ള വലിയ വലിയ ആർമി എക്സ്പേർട്സിനെ കൊണ്ടുവന്ന്, ഇന്റർനാഷണൽ എക്സ്പേർട്സിനെ കൊണ്ട് ഭാരതം എന്താണ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് തിരിച്ചടിക്കേണ്ടത്, ഏതെല്ലാം തന്ത്രങ്ങളാണ്, എവിടെയൊക്കെയാണ് ആക്രമിക്കേണ്ടത്, ഇങ്ങനെ പൊതുവായി പറയേണ്ട വിഷയമേ അല്ലത്. പോട്ടെ, അതിപ്പോൾ ഒരു പൊതുവായ ചർച്ചാ വിഷയമായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായ ശ്രീ നരേന്ദ്രമോദി ഈ തരുണത്തിൽ രാഷ്ട്രം മുഴുവനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം എന്ന അഭിപ്രായമാണ് ഈ ഉള്ളവനുള്ളത്. എന്നാൽ അതേസമയം തന്നെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ വേണം ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ വിനയത്തോടുകൂടെ ഒന്ന് സൂചിപ്പിക്കാനുള്ള കടമയും ഒരു പൗരനെന്ന നിലയിൽ എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി പറഞ്ഞത് ഇതിന് തക്കതായ തിരിച്ചടി ഉണ്ടാകും, വിഭാവന ചെയ്യാൻ വയ്യാത്ത വിധത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും. ഈ ഭീകരാക്രമണം എന്ന് പറയുന്ന അന്തമില്ലാത്ത തലവേദനയ്ക്ക് ഇതുകൊണ്ട് ഞങ്ങൾ അറുതി വരുത്തും എന്ന ഈ ഒരു നിലപാട്, ഇതേ കേന്ദ്രീകരിച്ചാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ. അത് ആവശ്യമാണ്, യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല. കാരണം ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ട് പോവുക അസാധ്യമാണ്. ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. അതുകൊണ്ട് പഹൽഗാമിൽ നടന്ന ആക്രമണവും 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് കയറി അടിച്ച ആ സംഭവം ഏതാണ്ട് സമാനം തന്നെയാണ്. എല്ലാ ഡീറ്റെയിൽസും ഒരുപോലെ അല്ല എങ്കിലും പൊതുവായി ഒരു സമാനതയുണ്ട് തന്നെ, യാതൊരു സംശയം എൻ്റെ മനസ്സിലായി. ഇത് 1948 മുതൽ ഇസ്രയേൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. പാലസ്തീനികളും ഇസ്രയേലിൽ അനുഭവിക്കുന്നത് പോലെ തന്നെ പാലസ്തീനികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. 1947 മുതൽ നമ്മൾ പലസ്തീനികളെക്കാൾ ഒരു വർഷം മൂപ്പുണ്ട് എന്നതേ ഉള്ളൂ. നാം അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരസ്പര വെറുപ്പിൽ മാത്രം ആശ്രയിച്ച് രണ്ട് രാഷ്ട്രങ്ങളുടെ കാഴ്ചപ്പാടിനെ രൂപീകരിച്ചെടുക്കുക എത്രമാത്രം സാധൂകരിക്കാവുന്നതാണ്, ഏതെല്ലാം വിധത്തിൽ അത് നഷ്ടം അല്ലെങ്കിൽ കഷ്ടമല്ലെങ്കിൽ അപകടമുണ്ടാക്കും എന്ന ഒരു വലിയ ചോദ്യമാണ് ഈ രണ്ട് സംഭവങ്ങളും ഒരുപോലെ ഉയർത്തുന്നത് എന്നാണ് ഈ തരുണത്തിൽ എനിക്ക് ആദ്യമായി അടയാളപ്പെടുത്താറ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വ്യവസ്ഥിതിക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയുള്ളൂ. കാരണം അവിടെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം പാകിസ്ഥാനിലെ സൈനിക മേധാവിത്വത്തിൻ്റെ മേധാവിയുടെ സ്വേച്ഛാധിപത്യമാണ്. അതിന് ഒരു ഡെമോക്രാറ്റിക് മുഖംമൂടി അണിയിച്ചിട്ടുണ്ടെങ്കിലും അവിടെ സ്ഥിതി ചെയ്യുന്നത്, അവിടെ എക്കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് സൈനിക സ്വേച്ഛാധിപത്യമാണ്, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. ആ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിന്, സൈനിക മേധാവിത്വത്തിന് ഒരർഹിക്കാത്ത പ്രാധാന്യം, അധികാരം, സ്വേച്ഛാധിപത്യം, യാതൊരു ലിമിറ്റുമില്ലാത്ത സ്വേച്ഛാധിപത്യം നിലനിർത്തി പോകണമെങ്കിൽ ഭാരതത്തെ ഇങ്ങനെ നിരന്തരം മുറിവേൽപ്പിക്കുകയും ചോര ചിന്തിക്കുകയും ചെയ്യുക അവരുടെ അടിസ്ഥാന ആവശ്യമാണ്. മനുഷ്യൻ ഓക്സിജൻ ശ്വസിക്കേണ്ട ആവശ്യം എന്താണ്, അതേ ആവശ്യമാണ് പാക് ആർമിക്ക് ഭാരതത്തിൽ ഇപ്രകാരമുള്ള ഭീകരാക്രമണം ആവിഷ്കരിക്കാൻ. ഈ മാസം 22 പെഹൽഗാമിൽ നടന്ന അക്രമം പാകിസ്ഥാൻ ആർമിയുടെ സഹായത്തോടെ എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ആർമി ചീഫായിരിക്കുന്ന ജനറൽ അസീം മുനീറിൻ്റെ അനുഗ്രഹത്തോടുകൂടെ എന്ന് മാത്രമല്ല, ആവശ്യം കൊണ്ടാണ് നടത്തപ്പെട്ടത് എന്ന് നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അത് തിരിച്ചറിയുന്നവരാണ് പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ആളുകളും. ഓവർസീസ് പാകിസ്ഥാനീസ് എന്ന് പറയുന്നവർ 100% അത് തിരിച്ചറിയുന്നവരാണ്. കാരണം അവരുടെ പ്രതികരണം ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും പറയുന്നത് പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനേക്കാൾ സ്വന്തം കസേര നിലനിർത്തുന്നതിന് വേണ്ടി അസീം മുനീർ നടത്തിയ സാഹസികതയാണ് പെഹൽഗാമിൽ നാം കണ്ടത് എന്നാണ് അവർ വിളിച്ചു പറയുന്നത്.
അതിനെ അവഗണിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനെ അവഗണിച്ചുകൊണ്ട് നാം ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് പോലെ ഈ പ്രശ്നത്തിന് എന്നേക്കുമുള്ളൊരു പ്രതിവിധി കണ്ടെത്തുവാൻ സാധ്യമല്ല എന്നതാണ് ഇതിനകത്തെ ഏറ്റവും പ്രഥമമായ സ്പഷ്ടമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഒരു വളരെ അപകടമേറിയ സാഹസികമായ യജ്ഞത്തിലേക്ക്, ദൗത്യത്തിലേക്ക് ഭാരതം പ്രവേശിക്കുമ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ഒരു സമീപനവും നമുക്കുണ്ടാകണം. ഷേക്സ്പിയർ തൻ്റെ ഒരു നാടകത്തിൽ പറയുന്നത് പോലെ പാമ്പിനെ ഒരു ചെറിയ കൊട്ടു കൊടുത്തിട്ട് അതിനെ കോപിപ്പിച്ച് ബാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഡു നോട്ട് സ്കോച്ച് ദ സ്നേക്ക് ആൻഡ് നോട്ട് കിൽ ഇറ്റ്. ഒരു പ്രശ്നത്തെ പരിഹരിക്കാനാണെങ്കിൽ അതിൻ്റെ സമൂലമായ പരിഹാരം കണ്ടെത്തും. ഇസ്രയേലിൻ്റെ പ്രശ്നം ഇതാണ്. ഞാൻ അവരുടെ അക്രമത്തെ സാധൂകരിക്കുന്നില്ല, നീതീകരിക്കുന്നില്ല. പക്ഷെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. 2023 ഒക്ടോബർ 7 നടന്ന സംഭവം ഇനിയും ആവർത്തിക്കുവാൻ സാധ്യമല്ല. അത് താങ്ങാനുള്ള കെൽപ്പ് ഇസ്രയേലിനില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന അവരുടെ നിലപാടിനെ ഞാൻ 100% ശരിവെക്കുകയാണ്. അതേസമയം തന്നെ ഗാസയിൽ വസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഹമാസിനോട് വലിയ പ്രതിപത്തിയൊന്നുമില്ല. ഹമാസിനെ കൊണ്ട് അവരും ഗതിവിട്ട് നിൽക്കുകയാണ്. അവർക്ക് മാന്യമായ മനുഷ്യാന്തസ്സോടും അവകാശത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക എന്നതും ഇസ്രയേൽ സുരക്ഷിതമായി ജീവിക്കണം എന്നതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലക്ഷ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇതാണ് എൻ്റെ വ്യാകുലത, മൈ ഡിലമ. ഞാൻ രണ്ടു കൂട്ടരുടെയും രണ്ട് പക്ഷത്തുമുള്ള ജനങ്ങളുടെ കൂടെയാണ്, നേതൃത്വത്തിൻ്റെ കൂടെയുള്ള ജനങ്ങളുടെ കൂടെയാണ്. ഈ രണ്ട് പക്ഷത്തുമുള്ള ജനങ്ങളെ മനുഷ്യരായി ജീവിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ അതിനുള്ള അവകാശം രണ്ടു കൂട്ടരുമില്ല. എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി മതങ്ങളാണ് എന്ന് ഞാൻ മുമ്പൊരു വീഡിയോ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതിൻ്റെ വിഷം മതമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെയും വിഷം മതം തന്നെയാണ്. പ്രത്യേകിച്ച് മതവും രാഷ്ട്രീയവും മതവും മിലിറ്ററിയും ഒന്നായിത്തീരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. അത് ഭീകരമായ പ്രശ്നമാണ്. അതും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ കൂടെ ഭാരതം പാകിസ്ഥാനിലെ ജനങ്ങളെയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും അവിടുത്തെ ആർമിയെയും അറിയിക്കാൻ ഒരു ബാലപാഠമുണ്ട്. അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടോ? അതിനെ അഭിമുഖീകരിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ ഉളവാകുന്ന പ്രത്യാഘാതങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കെൽപ്പുണ്ടോ? ഇതിനകത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ പ്രശ്നത്തിലേക്ക് കടക്കാം. പാകിസ്ഥാനിലെ ആർമി ചീഫ് അദ്ദേഹത്തിന് പാകിസ്ഥാനിനകത്തുള്ള ഒരു ശക്തിയോടും ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നതാണ് അവിടുത്തെ നിയമം, അദ്ദേഹം ചെയ്യുന്നതാണ് അവിടുത്തെ നന്മ. ആരെ കൊല്ലണം, ആരെ തല്ലണം, ആരെ തടയണം, ആരെ ചുംബിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കും. ഇത് മാത്രവുമല്ല, ജനങ്ങളെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ചാലും അവിടെ മൗലിക അവകാശങ്ങളെ ഏത് തോതിൽ ചവിട്ടി മരിച്ചാലും ജനങ്ങളുടെ അരിഷ്ടത ആകാശത്തോളം കുമിഞ്ഞുകൂടിയാലും അതൊന്നും സാരമില്ല. ആ പാപം മുഴുവനും കഴുകിക്കളയാനുള്ള ഗംഗാജലം ഭാരതത്തിലെ പാവപ്പെട്ട നിർദോഷികളായ ജനങ്ങളുടെ രക്തമാണ് എന്ന ധാരണ പാകിസ്ഥാനിൽ നിലനിൽക്കുമ്പോൾ, ആ ഒരു കാഴ്ചപ്പാടിൽ പാകിസ്ഥാനിലെ സൈനിക വൃത്തങ്ങൾ, നേതൃത്വങ്ങൾ, മേധാവികൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ കരുക്കളായി മാത്രം പ്രവർത്തിക്കുന്ന ചില ഭീകര പ്രവർത്തകരെ, ലഷ്കർ എ തോയ്ബ ആയിക്കൊള്ളട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ, അവരെ മാത്രം അടിച്ചമർത്തിയാൽ ഈ പ്രശ്നം തീരുമെന്ന് നാം പറയുന്നു. അവരെ അടിച്ചമർത്തണം, അവരെ ഉന്മൂലനാശം ചെയ്യണം, അതിനകത്ത് യാതൊരു സംശയവും എനിക്കില്ല.
പക്ഷെ അത് തികച്ചും അപര്യാപ്തമാണ് എന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ഉറവിടം പാകിസ്ഥാൻ ആർമി തന്നെയാണ്. ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഇരിക്കുന്ന അസീം മുനീർ എന്ന് പറയുന്ന കസേരക്കൊതിയനായ, മനുഷ്യ അന്തസ്സിനോടും മനുഷ്യാവകാശങ്ങളോടും പുച്ഛം കാണിക്കുന്ന, പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശത്രുവായ, പാകിസ്ഥാനിലെ ജനം വളരെയധികം വെറുക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന, എന്നാൽ നിസ്സഹായരായി കഴിയുന്ന പാകിസ്ഥാനി ജനങ്ങളുടെ ഏറ്റവും വലിയ ശാപമായ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയാണ്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാതെ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ സംവിധാനങ്ങൾ മനസ്സിലാകുന്ന വിധത്തിലുള്ളൊരു മെസ്സേജ് നൽകുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ അതേസമയം ഈ വിഷയത്തെ വേണ്ടതുപോലെ പക്വതയോടെ, അതേസമയം നിശ്ചയദാർഢ്യത്തോടെ കൈകാര്യം ചെയ്ത് ജനറൽ അസീം മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ അതൊരു വലിയ വലിയ മെസ്സേജ് നൽകും. അതിൽ കുറച്ച് ഒരു മെസ്സേജും ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തമല്ല, പര്യാപ്തമല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇനി ഒരു കാര്യം കൂടെ പറയാൻ നിർത്താൻ പോവുകയാണ്. ഈ ഒരു ലക്ഷ്യം പ്രാപിക്കുക വളരെ വളരെ ദുർഘടമാണ്. കാരണം പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റാണ്. അവിടെ ആറ്റം ബോംബ്. ആറ്റം ബോംബുള്ള ഒരു സൈനിക ശക്തിയോട് മല്ലിടുക വളരെ വളരെ അപകടം നിറഞ്ഞതാണ്, സാഹസികമാണ്. അതിനുള്ള നട്ടല്, അതിനുള്ള തൻ്റേട് ഉണ്ടാകുക വളരെ വളരെ അപൂർവമാണ്. എന്നതുകൊണ്ട് നാം ഒന്നും ചെയ്യരുത് എന്ന അഭിപ്രായം എനിക്കില്ല. എനിക്ക് പറയാനുള്ളത്, ഇത് പറയേണ്ടി വന്നിരുന്നില്ല എങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോവുകയാണ്. ജനറൽ അസീം മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കി. പാകിസ്ഥാനിലെ മിലിറ്ററി ലീഡർഷിപ്പ് നാളിതുവരെ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാരത വിരുദ്ധ പരിപാടികൾ, അതുകൊണ്ട് ലാഭമില്ല, നഷ്ടമേ ഉണ്ടാകുകയുള്ളൂ എന്ന വളരെ അത്യാവശ്യമായ ദൂത് പാകിസ്ഥാനിൽ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ അറിയിക്കണമെങ്കിൽ നമുക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ലോകത്തിൽ മറ്റേത് ശക്തിയെ വിശ്വസിച്ചാലും അമേരിക്കയെ വിശ്വസിക്കുകയില്ല. ലോകത്തിൽ ഏറ്റവും വിശ്വാസ യോഗ്യതയില്ലാത്ത ഒരു ശക്തിയാണ് അമേരിക്ക, പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലഘട്ടം. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഗതിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്, ഗത്യന്തരം മുട്ടിയതുകൊണ്ട് പറയുകയാണ്, ഈ ഒരു കാര്യത്തിൽ അസീം മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ലക്ഷ്യത്തിൽ, അത് അനിവാര്യമായ ലക്ഷ്യമാണ്, ബോട്ടം ലൈൻ റിക്വയർമെൻ്റ് ആണ്. അതിൽ നമുക്ക് വലിയ അപകടമില്ലാതെ ഭാരത ഉപഭൂഖണ്ഡം ഒരു ന്യൂക്ലിയർ വിൻഡറിൽ പെടാതിരിക്കത്തക്കവണ്ണം ഇത് കൈകാര്യം ചെയ്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ അമേരിക്കയുടെ നിർലോഭമായ സഹായം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ സമയത്ത് ട്രംപിൻ്റെ കാലത്ത് അത് ലഭ്യമാകണമെങ്കിൽ ഒരു വലിയ കച്ചവടം നടന്നെങ്കിലേ സാധിക്കുന്നു. അത് ട്രാൻസാക്ഷണൽ ബിഷപ്പ് എന്നാണ് പറഞ്ഞാൽ, കച്ചവടം പ്രസിഡൻ്റാണെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ കച്ചവടം, എല്ലാ ബന്ധങ്ങളും കച്ചവടത്തിൻ്റെ തത്വത്തിൽ മാത്രം. എനിക്കെന്ത് കിട്ടും, എനിക്ക് വലിയ ലാഭം ഉണ്ടാകണം, നീ തൊലഞ്ഞാലും എനിക്ക് ലാഭമുണ്ട്. അതാണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നല്ല വാക്കാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ മോശമാണ്. അങ്ങനെയുള്ള ട്രംപുമായിട്ട് ഈ സമയത്ത്, അതുകൊണ്ടാണ് ഈ സമയത്ത് JD വാൻസ് ഭാരതത്തിൽ വന്നത്. അദ്ദേഹം വന്ന സമയത്ത് തന്നെ ഇതുണ്ടാകാനുള്ള മർമ്മത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയുടെ ആകത്തൊക്കെ പരിശോധിക്കുമ്പോൾ, ഒന്നുകിൽ നാം ഈ സംഭവത്തെ പ്രാക്ടിക്കലായിട്ട് അവഗണിക്കുക, എന്നാൽ പ്രോപ്പഗാൻഡ വെച്ചുകൊണ്ട് അത് ചെയ്യും ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പൊതുജനത്തിൻ്റെ ഓർമ്മ ദീർഘനാൾ നിൽക്കയില്ല എന്നതുകൊണ്ട് അതങ്ങ് തീ കെട്ടടങ്ങുവാനുള്ള അവസരം കൊടുക്കുക. അല്ലെങ്കിൽ നാം പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ട്, ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞതിൽ അർത്ഥമുണ്ട് എന്ന് വരത്തക്കവണ്ണം ഇനി മേലാൽ ഇത് ആവർത്തിക്കുവാൻ സാധ്യമല്ല എന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ
പാകിസ്ഥാനിലുള്ള എല്ലാ ഭീകരവാദികളെയും, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ഭീകരവാദികളെയും ഓരോന്നോരോന്നോരോന്നവരുടെ വീട്ടിൽ പോയി കൊന്നൊടുക്കിയാലും സാധ്യമാകുകയില്ല. കാരണം ഇതിൻ്റെ ഉറവിടം ഈ ടെറർ സെൽസ് അല്ല. ഇതിൻ്റെ ഉറവിടം ആർമി ഹെഡ്ക്വാർട്ടേഴ്സാണ്. അവിടെ ഇരിക്കുന്ന അസീം മുനീർ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശാപമാണ്. അത് ഒഴിവാക്കാതെ ഇത് ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ സാധ്യമല്ല. എന്നാൽ ആ തലത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തൊരു പോംവഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭാരതത്തിൽ കയറി കളിച്ച് ഇവിടുത്തെ ജനത്തിൻ്റെ ചോര ചിന്തി എൻ്റെ കസേര ഉറപ്പിക്കാമെന്ന് പാകിസ്ഥാനിലെ ഒരു സൈനിക മേധാവി തീരുമാനിക്കുകയില്ല, ചിന്തിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ധാരണ സൃഷ്ടിക്കുക എന്നതാണ് ഈ സംഭവത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രാഥമികവും ഒഴിച്ചുകൂടാൻ വയ്യാത്തതുമായ കടമ ഡ്യൂട്ടി. അത് അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം ഭാരത സർക്കാർ കാണിക്കുമോ എന്നതാണ് നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കും. എന്നാൽ ഈ സമയത്ത് ഈ സംരംഭം വളരെ വളരെ ഭീകരമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്നതും കൂടെയാണ്. നാം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഏത് ദിശയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് മുന്നമേ നിശ്ചയിക്കുവാൻ അസാധ്യമാണ്. അതുകൊണ്ട് അൺപ്രഡിക്റ്റബിലിറ്റി, മുൻ പ്രവചനങ്ങളെ പലപ്പോഴും തെറ്റാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ചരിത്രം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ അൺപ്രഡിക്റ്റബിലിറ്റിക്ക് ഒരു വലിയ മാർജിൻ ഇട്ടുകൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്ലാനോടുകൂടെ, പദ്ധതിയോടുകൂടെ, സമചിത്തതയോടുകൂടെ, സാഹചര്യബോധത്തോടുകൂടെ എല്ലാ കരുക്കളും വളരെ കൃത്യമായി ഒരുക്കിയിട്ട് തക്കതായ അന്താരാഷ്ട്രീയ ധാരണകളുണ്ടാക്കി, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ അമേരിക്കയുടെ പൂർണ്ണ സഹകരണം ഇതിന് ഉറപ്പാക്കി ഇത് കൈകാര്യം ചെയ്യുന്നതാണ് ഉത്തമം. എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ ഈ ലക്ഷ്യം നമുക്ക് നേടാവുന്നതാണ്. അത് അമേരിക്കയുടെ സഹായത്തോടെ സാധിക്കും. കാരണം അമേരിക്ക വിചാരിച്ചാൽ നാളെ ജനറൽ അസീം മുനീർ കസേര വിട്ട് ഓടേണ്ടി വരും. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, നമ്മുടെ ഡിപ്ലോമസിയുടെ സെൻറ്റർ പീസ് അമേരിക്ക ആയിരിക്കണം. അമേരിക്കയുടെ സഹായത്തോടെ അസീം മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ അതും ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നതുകൊണ്ട് പാകിസ്ഥാനിലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കൊടുക്കേണ്ട മെസ്സേജ് അത് മാത്രമാണ്, അത് പര്യാപ്തമായിരിക്കും. രക്തച്ചൊരിച്ചിലില്ലാതെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ഒക്കും എന്നത് മാത്രമല്ല, രണ്ട് കാര്യം ആവശ്യമാണ്. ഒന്ന്, അസീം മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കുക. രണ്ട്, പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ ജനായത്ത ഭരണം സ്ഥാപിക്കും. പാകിസ്ഥാനിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഭരണകൂടം ഒരു വലിയ തമാശയാണ്. അവർക്ക് ഒരു 30% പോലും ജനസമ്മതിയില്ല. പാകിസ്ഥാനിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ഇമ്രാൻഖാനാണ്. അദ്ദേഹത്തിന് 70% സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. 200 കേസ്, കള്ളക്കേസ് ഉണ്ടാക്കി അത് മുഴുവനും കള്ളവിചാരണ നടത്തി അദ്ദേഹത്തെ അകത്താക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ അർത്ഥവത്തായ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തി ജനങ്ങളുടെ ഇംഗിതമനുസരിച്ച് ഒരു ജനായത്ത ഭരണരീതിയെ അവിടെ നല്ല ബലമുള്ള അടിത്തറയിൽ സ്ഥാപിക്കുക, അതും ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാര മാർഗം തന്നെയാണ്. പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, അത് ഞാൻ ഒരു കാലത്ത് അല്പം ആക്റ്റീവായിരുന്നു, വളരെയധികം അല്പം. അതുകൊണ്ട് ഒരു കാര്യം എനിക്കറിയാവുന്നത്, ഭാരതത്തിലെ ജനങ്ങളും പാകിസ്ഥാനിലെ ജനങ്ങളും തമ്മിൽ യാതൊരു ശത്രുതയുമില്ല. പരസ്പരം വളരെ സ്നേഹത്തിലാണ്, അതിന് യാതൊരു സംശയമില്ല. ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുക എന്നത് പാകിസ്ഥാൻ ആർമിയുടെ ഒരു സർവൈവൽ സ്ട്രാറ്റജിയാണ്. അതിന് മാറ്റം വരുത്താതെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല.
എന്നതാണ് എനിക്ക് എൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ഇവരെയും അറിയിക്കാനുള്ള യാഥാർത്ഥ്യം. അപ്രകാരമുള്ള വ്യക്തതയോടെ, ലക്ഷ്യബോധത്തോടെ ഒരു സമഗ്രമായ പരിഹാരം കണ്ടെത്തത്തക്കവണ്ണം ഈ അപകടമേറിയ സാഹചര്യത്തെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധി, പരിജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ഗൈഡൻസ് നമ്മുടെ നേതൃത്വത്തിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഭവത്തിൽ മുറിവേറ്റ എല്ലാ കുടുംബങ്ങളോടുമുള്ള എൻ്റെ ആത്മാർത്ഥമായ സഹാനുഭൂതി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.